ആ മലമുകളിൽ കാറ്റിൻ്റെ നിശബ്ദതയോട് ചേർന്ന് ക്ഷീണമറിയാത്ത ശബ്ദത്തിൽ മനുഷ്യഹൃദയങ്ങളുടെ ഇരുണ്ട കോണുകളിലേക്ക് വെളിച്ചം ചൊരിയുവാൻ നിയമത്തിൻ്റെ ആത്മാവായവൻ നിൽക്കുകയാണ്. അവൻ പറഞ്ഞതൊരു പുതിയ നിയമമല്ല, ആ പഴയ കൽപ്പനയുടെ അകത്തെ ആത്മാവിനെയായിരുന്നു. ഈ നോമ്പിൻ്റെ യാത്രയിൽ ആ മലമുകളിൽ നിന്നുള്ളതായ ശബ്ദം നമ്മുടെ ചെവികളിലേക്ക് വീണ്ടും ഒഴുകുകയാണ്. ചോദ്യം ഇതാണ്: നമ്മുടെ ചെവികൾ ആ ഉപദേശത്തെ സ്വീകരിക്കുവാൻ തയ്യാറാണ്? കണ്ണിലൂടെ കയറുന്ന ഒരു നിസ്സാര ആഗ്രഹം ഹൃദയത്തിൽ വേരുറപ്പിക്കുമ്പോൾ പുറമേ വിശുദ്ധിയുടെ വേഷം ധരിച്ചാലും അകത്ത് മനുഷ്യൻ മന്ദമായി തോറ്റുപോകുന്നു. അതുകൊണ്ടാണ് അവൻ വിളിക്കുന്നത്: നിന്റെ ജീവിതത്തെ വീഴ്ത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്തരുത്, വിട്ടൊഴിയുക. കാരണം ദൈവരാജ്യം പുറമേ കാണിക്കുന്ന ഭക്തിയുടെ വേദിയല്ല, അത് ഹൃദയത്തിൻ്റെ അന്തർമന്ദിരമാണ്. പുറമേയുള്ള പ്രാർത്ഥനയേക്കാൾ അകത്തുള്ളതായ പരിണാമം സംഭവിക്കുവാൻ സർവശക്തൻ്റെ ഉപദേശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് തപസ്സിൻ്റെ യാത്ര തുടരാം. ദൈവം അനുഗ്രഹിക്കട്ടെ.